ഹലോ എവ്രിവൺ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പ്രായോഗിക വ്യാകരണം 1 അക്ഷരമാല. അധ്യായം 1 അക്ഷരമാല. മലയാള അക്ഷരമാലയിൽ 49 ബ്രാക്കറ്റിൽ 51 അക്ഷരങ്ങൾ ആണുള്ളത്. ഇവയെ സ്വരാക്ഷരങ്ങൾ എന്നും വ്യഞ്ജനാക്ഷരങ്ങൾ എന്നും രണ്ടായി തിരിച്ചിരിക്കുന്നു. സ്വരാക്ഷരങ്ങൾ 13 15 ബ്രാക്കറ്റിൽ വ്യഞ്ജനാക്ഷരങ്ങൾ 36 ആണുള്ളത്. സ്വരാക്ഷരങ്ങൾ 13 15 ബ്രാക്കറ്റിൽ. സ്വരാക്ഷരങ്ങൾ ഏതൊക്കെയാണ്? അ ആ ഇ ഈ ഉ ഊ ഋ എ ഏ ഐ ഒ ഓ ഔ അം അ. ആ എന്നുള്ള അക്ഷരം ആവർത്തനമായതിനാൽ ഒന്നിനെ ഒഴിവാക്കാം. അം എന്ന അനുസ്വാരം ഉച്ചരിക്കണമെങ്കിൽ മ എന്ന വ്യഞ്ജനത്തിന്റെ സഹായം ആവശ്യമാകയാൽ അതിനെയും ഉപേക്ഷിക്കാം. അതുകൊണ്ടാണ് 13 സ്വരാക്ഷരങ്ങളായി മാറിയത്. അങ്ങനെ മൊത്തം സ്വരങ്ങൾ 15 ആണെങ്കിലും എണ്ണത്തിൽ കൂട്ടുന്നത് ആയിൽ തുടങ്ങി ഔയിൽ അവസാനിക്കുന്ന 13 എണ്ണത്തെ മാത്രമായിരിക്കും. വ്യഞ്ജനാക്ഷരങ്ങൾ 36 വർഗാക്ഷരങ്ങളാണ് ഉള്ളത്. 26 വ്യഞ്ജനാക്ഷരങ്ങൾ 36, വർഗാക്ഷരങ്ങൾ എത്രയാണുള്ളത്? 25 ആണുള്ളത്. ഓക്കെ. ഹ ഹ ഖരം അധികരം മൃദു ഘോഷം അനുനാസികം. ക വർഗം ക ഖരമാണ്, അധികരം ഖ, മൃദു ഗ, ഘോഷം ഖ, അനുനാസികം ങ. ഖരം അധികരം മൃദു ഘോഷം അനുനാസികം. ഖരം അധികരം മൃദു ഘോഷം അനുനാസികം. ച വർഗം ഖരം ഛായാണ്, അധികരം ഛ, മൃദു ഝ, ഘോഷം ഝ, അനുനാസികം ஞ. ട വർഗമാണ് ട. ട ഖരം ഡ, അധികരം ഠ, മൃദു ഢ, ഘോഷം ഠ, അനുനാസികം ണ. ത വർഗാണ് ഖരം ത, അധികരം ധ, മൃദു ധ, ഘോഷം ധ, അനുനാസികം ന. പ വർഗാണ് പ വർഗം ഖരം പ, അധികരം ഫ, മൃദു ഭ, ഘോഷം ഭ, അനുനാസികം മ. കായിൽ തുടങ്ങി മായിൽ അവസാനിക്കുന്ന 25 വ്യഞ്ജനങ്ങൾ വർഗാക്ഷരങ്ങൾ എന്നറിയപ്പെടുന്നു. ഓക്കെ. ഖരത്തെ അധികരമാക്കുവാനും മൃദുവിനെ ഘോഷമാക്കുവാനും ഹാകാരത്തെ ചേർക്കണം. അതായത് ക പ്ലസ് ഹ ഇസിക്വൽ ടു ഖ, ഗ പ്ലസ് ഹ ഇസിക്വൽ ടു ഖ. ഓക്കെ. മധ്യമങ്ങൾ 7 ഉള്ളത്. മധ്യമങ്ങൾ ഏതൊക്കെയാണ്? യാരാലാവ ഷ സ ഹ, ഷ സ. യാരാലാവ ഷ ഷ സ. യാരാലാവ മധ്യമങ്ങൾ 4. ഷ ഷ സ ഊഷ്മാക്കളാണ്, 3 ഊഷ്മാക്കള്. ഘോഷി ഹ, ള ഴ റ ദ്രാവിഡ മധ്യമങ്ങളാണ് 3 യായിൽ തുടങ്ങിയ റായിൽ അവസാനിക്കുന്ന 11 വ്യഞ്ജനങ്ങൾ കൂടിച്ചേരുമ്പോഴാണ് വ്യഞ്ജനാക്ഷരമാല പൂർണ്ണമാകുന്നത്. മലയാളം ദ്രാവിഡ ഭാഷാ ഗോത്രത്തിൽ ഉൾപ്പെടുന്നു. മലയാളത്തിൽ അക്ഷരമാലയും ഇംഗ്ലീഷിൽ വർണ്ണമാലയുമാണ് ഉപയോഗിക്കുന്നത്. താങ്ക് യു വെരി മച്ച്. വിൽ സീ യു നെക്സ്റ്റ് വീഡിയോ.